കൊല്ലം തേവലക്കര സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ അമ്മ സുജ നാളെ തുർക്കിയിൽ നിന്ന് നാട്ടിലെത്തും. അതിനുശേഷമാകും മൃതദേഹം സംസ്കരിക്കുക. നിലവിൽ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ് മൃതദേഹം. രാഹുൽ ജിനാഥ് മിഥുന്റെ വീട്ടിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, ദൃശ്യങ്ങളിൽ ഒരു കുഞ്ഞിനെ കാണാം, മെഡലൊക്കെ കയ്യിലിരിക്കുന്നത്, സർട്ടിഫിക്കറ്റും ഒക്കെ. എന്താണ് വിശദവിവരങ്ങൾ? എന്താണ്? സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ടോ? അല്പസമയം മുമ്പാണ് മിഥുൻ്റെ അനിയൻ സുജിൻ വീട്ടിൽ പോയി ചേട്ടൻ്റെ പഠനത്തെ പറ്റിയൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ പഴയ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവന്നത്, പല പരിപാടികളും വിജയകരമായി പൂർത്തിയാക്കി സമ്മാനം നേടിയ മെഡലുകളും സർട്ടിഫിക്കറ്റുമാണ് ഇവിടെ എത്തിച്ചത്. അത് കൊണ്ടുവന്ന് എല്ലാവരെയും കാണിക്കുകയാണ് സന്തോഷത്തോടെ, ചേട്ടന് കിട്ടിയതാണ് എന്ന് പറയുന്ന രീതിയിൽ. അതിനൊപ്പം തന്നെ പറയുന്ന, ചേട്ടൻ വരയ്ക്കുന്ന പടങ്ങൾക്ക് നിറങ്ങൾ നൽകുന്നത് ഞാനാണ്, ചേട്ടൻ ഉള്ളത് കൊണ്ടാണ് എന്നെ കളിക്കളത്തിലേക്ക് ഫുട്ബോൾ കളിക്കാൻ വിടുന്നത്, അങ്ങനെ തുടങ്ങി ചേട്ടനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. ആ മെഡൽ ആദ്യം കൊടുത്തത് അച്ചമ്മയ്ക്കാണ്. അച്ചമ്മ പലതവണ കണ്ടിട്ടുണ്ട്, ഈ മെഡലുകൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലൊരു വല്ലാത്ത നഷ്ടബോധമാണിപ്പോൾ. ആ സമയത്ത് സന്തോഷിച്ചെങ്കിൽ ഈ സമയത്ത് ആ മെഡലുകൾ ഉയർത്തിപ്പിടിച്ച് ഇതെല്ലാം നേടിയ മോനാണല്ലോ പോയതെന്ന് ചോദിക്കുന്നത്. നാട്ടുകാർക്കെല്ലാം അതേ അഭിപ്രായം തന്നെയാണ് ആ മോനെ ഓർക്കുമ്പോൾ. തൊട്ട് ഇപ്പുറത്തെ വീട് ഒന്ന് നോക്കിയാൽ എപ്പോഴും ഒരു പക്ഷേ മിഥുനെ ആയിരിക്കും കാണുന്നത്. എങ്ങനെയാണ് ഓർക്കുന്നത് ഇതിനെ? ഒരു കുഞ്ഞ് ഞാൻ പറയുന്നത്, എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നില്ലേ സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ അതായിട്ട് പറഞ്ഞ മറ്റു സ്വഭാവങ്ങളൊന്നുമില്ല. അവിടെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും. പഠിക്കാനും ഒരുവിധം മിടുക്കനായിരുന്നു. അച്ഛന് കണ്ണിന് ഓപ്പറേഷൻ ആയിരുന്നു അല്ലേ? അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ ഇവിടെ തന്നെ ഇരുന്നത്. പോയിട്ട് പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെന്ന് പറഞ്ഞാൽ പുറത്ത് പറയും ചില ഇതിലായിപ്പോ ഇത്രയും വിഷമമാണ്. ഇങ്ങോട്ടൊക്കെ വരുമായിരുന്നു? അവർ കളിക്കുക, അവര് ഈ മാങ്ങാതിരുന്നത് വരെ ഈ വടക്കേപ്പുറത്തും തെക്കേപ്പുറത്തും ഈ മൂന്നും എല്ലാം മാവേലിൽ നിന്ന് തന്നെ കയറി ഇറങ്ങും. അതെല്ലാം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് സർവ്വ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. നമ്മൾ മറ്റൊന്നും എടുക്കാം. പിന്നെ അവരിവിടെ അല്ലയോ ജനിച്ചു. ഞങ്ങൾ ഇവിടുത്തുകാരല്ലെങ്കിൽ ഞങ്ങളിവിടെ വന്നിട്ട് 10-30 വർഷം ആകുന്നതേ ഉള്ളു. അപ്പൊ അമ്മയുണ്ട് വീട്ടിൽ. അച്ഛന് കണ്ണാശുപത്രി ഇന്നുണ്ടായി വിവരം അറിയുന്നത്. മോളുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നത് വഴി അങ്ങോട്ടങ്ങ് കയറി ഇവിടെ വരുമായിരുന്നു. നമ്മളുമായിട്ട് ഭയങ്കര, അച്ഛൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്, എൻ്റെ അടുത്തും അതുപോലെ. ഞങ്ങൾ വന്ന സമയം തൊട്ട് നമുക്ക് സഹായമാണ്. ആ പിള്ളേർ നല്ല ചെറുക്കനെ, നമ്മളെന്തോ പറഞ്ഞാൽ കേൾക്കും, അനുസരിക്കുന്ന ഒരു പയ്യനെ. ഞങ്ങൾ രണ്ടുമുള്ള മക്കളൊക്കെ അയച്ചെടുത്തൊക്കെയാ. അപ്പോൾ നമ്മളൊരാളിനെ ആശ്രയിക്കണ്ടായോ, അത് അവനെ വിളിച്ച ഉടനെ ഇങ്ങി വരും. തന്ത പറയും, അമ്മ വിളിക്കുന്നിട്ടാന്ന് പറയും, അന്നേരം ഇങ്ങി വരും. പിന്നെ വിളിച്ചാൽ ഉടനെ വരും. അന്ന് എന്തുവെന്ന് വെച്ചാൽ കാര്യം സാധിച്ചു തരും. പിന്നെ നമുക്ക് ഒരു ഭയങ്കര നഷ്ടമാണ്, തീരാ നഷ്ടമാണ്. അത് തന്നെയാണ്. ഒന്നും ഉണ്ടായില്ല ആധാരം. പിന്നെ വന്നു പറഞ്ഞാൽ ഇത്തിരി എന്നിട്ട് അവർക്ക് കൊടുത്ത് ഇരുന്ന് അതേ ഉള്ള. ഇന്നലെ ഇവിടെ ചെയ്തു ഇത് തന്നെ. ഇന്നലെ നമ്മളും ആഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. രാത്രിയായപ്പം അവിടെ ജംഗ്ഷനിൽ പോയി 2 അപ്പം മാറ്റുന്നു ഞങ്ങൾ കഴിച്ച്. മക്കളും വന്നാൽ പെൺപിള്ളേരേ. എന്തായാലും അത് തന്നെയാണ്. തൊട്ടിപ്പുറത്തെ വീടാണ്. അപ്പോൾ തൊട്ടിപ്പുറത്തെ വീടാണ്. അമ്മ എത്തുമ്പോഴത്തേക്ക് കൊണ്ടുവരും. അമ്മ എന്തായാലും നാളെ എത്തും എന്നാണ് പറയുന്നത്. എന്തായാലും തൊട്ടിപ്പുറത്തെ വീടാണ്. ഇവരുടെ മക്കളെല്ലാം കല്യാണം കഴിഞ്ഞ് പോയവരാണ്. അപ്പോൾ മിഥുനെ എന്ന് ഒരൊറ്റ വിളിച്ചാൽ കാര്യങ്ങൾക്കായി ഓടിയെത്തുന്ന മകനാണ് എന്നാണ് ഇപ്പോൾ ഇവർ ഓർക്കുന്നത്. അത്തരത്തിൽ സജീവമായി എല്ലാ സ്ഥലങ്ങളിലും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാ മനുഷ്യരും ഒരേ വാക്കുകളാണ് ആവർത്തിക്കുന്നത്. മിടുക്കനായ മകനാണ്, പാവമാണ്, ശുദ്ധനാണ്, എന്താവശ്യത്തിനും കൂടെ നിൽക്കുന്നതാണെന്നൊക്കെയാണ് പറയുന്നത്. ആ മകന് നഷ്ടമാകുമ്പോൾ ആ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അതാണ് രാഹുൽ തോന്നിയത്. എന്ത് മിടുക്കനായൊരു മോനാണ്, എന്തോ ഒരു പ്രത്യേകത. നമ്മൾ ഈ ഗ്രേസ്ഫുൾ എന്നൊക്കെ പറയുന്നത് പോലെ ആ ചിത്രം കാണുമ്പോൾ അങ്ങനെ ഒരു തോന്നലാണ് ഉള്ളത്. മിടുക്കനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേദന ഒരുപാടുണ്ട് എല്ലാ മനുഷ്യർക്കും.